കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കേരള വിഷൻ്റെ സ്പീഡ് ഇഷ്യൂവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചതിന് ശേഷം ഒരു വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആ ഒരു സ്പീഡ് ടെസ്റ്റിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഓക്കെ, അപ്പം 8 Mbps ഡൗൺലോഡും അപ്ലോഡും കിടന്ന എനിക്ക് ഇപ്പോൾ ഏകദേശം 36 Mbps 50 Mbpsൻ്റെ പ്ലാനാണ്. 50 കിട്ടുന്നില്ലെങ്കിലും 36 40 കിട്ടുന്നുണ്ട്. അപ്പോൾ 40 Mbps ഒക്കെ കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇത്രയും കൂടിയത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാൻ ഈ ഒരു വീഡിയോ അന്നത്തെ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് എൻ്റെ അടുത്ത ദിവസം എന്നെ കസ്റ്റമർ കെയറിൽ നിന്ന് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് കസ്റ്റമർ കെയറിൽ വിളിച്ച ഫോണ് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ അവർ ഫോണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ആ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് സ്പീഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ സിസ്റ്റം ഓൺ ചെയ്ത് സ്പീഡ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് 50 കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളിങ്ങനെ വിളിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് അപ്ലോഡും ഡൗൺലോഡും കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് എൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇവിടത്തുള്ള ഈ ടെക്നിക്കൽ ടേംസൊക്കെ ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നമ്മുടെ ഇഷ്യൂ അല്ല,
നിങ്ങളുടെ ഓപ്പറേറ്ററിൻ്റെ അവിടെ എന്തോ ലോസ്, അതായത് ഇൻ്റർനെറ്റ് ലോസ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ലൂസ് കോണ്ടാക്റ്റ്, ഫൈബർ കമ്പനിയിൽ നിന്ന് വരുന്ന ഫൈബറിൽ നെറ്റ് വരുന്നില്ല, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് എന്തോ കാണുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഓപ്പറേറ്ററിനെ ഒന്ന് വിളിച്ച് പറയാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് ടെക്നിക്കൽ ടീമിൽ നിന്നൊന്ന് വിളിച്ച് പറയൂ, ഞാനും വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിളിച്ച് പറഞ്ഞെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ വിളിച്ച് പറഞ്ഞു ഓപ്പറേറ്ററിനെ, എനിക്കിങ്ങനെ അപ്ലോഡ് കിട്ടുന്നില്ല, അപ്ലോഡ് കിട്ടിയോ ഡൗൺലോഡ് കിട്ടുന്നില്ല. ഓപ്പറേറ്റർ പറഞ്ഞു ചെക്ക് ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത്ര സ്പീഡ് കൂടിയത്. അതിന് മുമ്പേയൊക്കെ ആണെങ്കിൽ അതെന്തോ ഇഷ്യൂ ആയിരുന്നു, ഇപ്പോൾ അവർ ശരിയാക്കിക്കൊണ്ടാണ് ഇത്രയെങ്കിലും സ്പീഡ് കൂടിയത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു സ്പീഡ് ഇഷ്യൂ വരെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം ആദ്യം നിങ്ങളുടെ ഓപ്പറേറ്ററിനെ വിളിച്ച് പറയുക. ആദ്യം കസ്റ്റമർ കെയറിനെ വിളിക്കുക. കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് ഇതുപോലെ ടെക്നിക്കൽ ടീം അടുത്ത ദിവസം വിളിക്കുന്നതാണ്. അപ്പോൾ അവരുടെ അടുത്ത് പറയുക, അവരുടെ അടുത്ത് ചോദിക്കണം നിങ്ങൾ. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കണം കേരള വിഷൻ്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നമാണോ ഓപ്പറേറ്ററിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നമാണോ എന്ന് ചോദിക്കണം നിങ്ങൾ. അപ്പോൾ അവരുടെ സൈഡിലുള്ള പ്രശ്നമാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് തന്നെ പറയും. ഇല്ല ഓപ്പറേറ്ററിൻ്റെ സൈഡിലാണെങ്കിൽ അതും അവർ പറയും. അപ്പം ഇങ്ങനെ ഏത് ഭാഗത്തുള്ള പ്രശ്നമാണെന്ന് ചോദിക്കണം. പിന്നെ ടെക്നിക്കൽ ടീം അവിടുത്തെ കേരള വിഷൻ്റെ സെർവറിലുള്ള പ്രശ്നമാണെങ്കിൽ അവർ ഈ ഒരു വിളിക്കുമ്പോഴത്തേക്ക് അത് സോൾവ് ആക്കി തരും. ഇല്ല അപ്പോഴും ഈ ഒരു സ്പീഡ് ഇഷ്യൂ തീർന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ അടുത്ത് പറയണം, നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് ഒന്ന് വിളിച്ച് പറയാൻ പറയണം. കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കാൻ പറയണം. നമ്മൾ വിളിച്ച ഓപ്പറേറ്റർ ചിലപ്പോൾ കേൾക്കത്തില്ല. കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ച് പറയാൻ പറയണം. നിങ്ങൾ പറയേണ്ടതെന്ന് പറയുമ്പം ഒന്നെങ്കിൽ ഈ മോഡം മാറ്റി തരാൻ പറയണം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മോഡം മാറ്റി തരാൻ പറയണം. ഇല്ല ആ മോഡം ഒന്ന് റീകോൺഫിഗർ ചെയ്യാൻ പറയണം. ഓക്കെ, അതായത് റീകോൺഫിഗർ ചെയ്യാൻ പറയുന്നതിന് കാരണം എന്ന് പറയുമ്പോൾ ഒരു 6 മാസം മുമ്പേയൊക്കെ നിങ്ങൾ വാങ്ങിച്ച മോഡം ആണെങ്കിൽ അതിനകത്ത് പഴയ സോഫ്റ്റ്വെയർ ആയിരിക്കും കിടക്കുന്നത്. അതായത് നമ്മളെ എല്ലാം ഇപ്പം നമ്മുടെ ഫോണായിരുന്നാലും ഓടുന്ന ഒരു സോഫ്റ്റ്വെയർ വെച്ചാണല്ലോ അപ്പോഴത്തേക്കും ഫേംവെയർ അപ്ഡേറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മോഡത്തിന് കുറച്ചുകൂടെ സ്പീഡ് കൂടുന്നതാണ്. അപ്പോഴത്തേക്കും ഈ കാലത്തൊക്കെ എല്ലാവരും നല്ല മോഡംസ് വാങ്ങുമ്പോൾ ഫേംവെയർ അപ്ഡേറ്റ് പുതിയ ലേറ്റസ്റ്റ് മോഡമാണെങ്കിൽ അതിൻ്റെ കൂടെ ഇൻസ്റ്റാളായി വരും. പക്ഷേ ഒരു 6 മാസം 7 മാസം മുമ്പേ എടുത്ത മോഡമാണെങ്കിൽ ഇതുപോലെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്ത് തരാൻ പറയണം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഓപ്പറേറ്ററിനെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. കാരണം ഫേംവെയർ അപ്ഡേറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ മോഡം കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യുകയാണെങ്കിൽ ഓപ്പറേറ്ററുടെ അടുത്ത് പറയണം എനിക്ക് ഇതുപോലെ ഏതാണോ കിട്ടാത്തത് അത് പറയണം. എന്നിട്ട് ഓപ്പറേറ്റർ നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കസ്റ്റമർ കെയറിനെ വിളിച്ച് പറയുക. അപ്പോൾ അവിടെ നിന്ന് അവർ ടെക്നിക്കൽ ടീം വിളിച്ച് പറഞ്ഞോളും. അപ്പോൾ ഇഷ്യൂ സോൾവ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഇഷ്യൂ സോൾവായി കിട്ടിയത്. ഇപ്പോഴും സോൾവ് ആയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് 50-ന് 50 കിട്ടുന്നില്ല, ഒരു 40-48. അപ്പോൾ 40-48 കിട്ടുന്നത് തന്നെ ഭാഗ്യമാണ്. കാരണം എനിക്ക് അത്രയും മതിയാണ്. എനിക്ക് അങ്ങനെ 50 തന്നെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെന്നൊന്നുമില്ല. കാരണം എനിക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് 8 Mbps ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് 50 Mbpsൽ. സോ അപ്പം പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ രാത്രി സമയങ്ങളിൽ ഇൻ്റർനെറ്റ് കുറയുന്നത് കാണിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി എനിക്ക് നെറ്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ടായി, ഒരു അരമണിക്കൂർ ഫുള്ള് കട്ടായിരുന്നു. അപ്പം വേറെ ആർക്കൊക്കെ ആ ഒരു ഇഷ്യൂ വന്നതെന്ന് എനിക്കറിയത്തില്ല, ചിലപ്പോൾ എൻ്റെ ഓപ്പറേറ്ററിൻ്റെ സൈഡിൽ നിന്നുള്ള ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ രാത്രി സമയത്ത് നെറ്റിൻ്റെ ആ ഒരു ഇത് കുറയുന്നുണ്ട്, ഒരു Mbps കുറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതിന് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നെറ്റ് കുറയുന്നതെന്നാണ് ഒരു ഇത്. ഇപ്പോഴൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാവരും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇടരുത്, നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ കേരള വിഷൻ എടുത്ത് മാറ്റണമെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു സ്പീഡ് ഇഷ്യൂ തുടരുകയാണെങ്കിൽ ഞാൻ കേരള വിഷനിൽ നിന്ന് മാറുമെന്ന് പറഞ്ഞ് തന്നെയാണ് ഇരുന്നത്. അപ്പോഴത്തേക്ക് അവർ വിളിച്ച് സോൾവ് ആക്കിയുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇതിൽ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. ആക്യുറേറ്റ് ആയിട്ടുള്ള സ്പീഡ് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു 4K വീഡിയോ യൂട്യൂബിൽ പ്ലേ ചെയ്തതിന് ശേഷം നിങ്ങൾ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടാസ്ക് മാനേജർ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഞാൻ അതിൻ്റെ സ്പീഡ് ടെസ്റ്റ് വീഡിയോയിൽ കാണിച്ചതാണ്. ടാസ്ക് മാനേജർ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു 4K വീഡിയോയ്ക്ക് എത്ര Mbps റിസീവ് ചെയ്യുന്നുണ്ട് എല്ലാം കാണിക്കുക. അപ്പം ടാസ്ക് മാനേജറിൽ വരുന്ന നെറ്റാണ് കറക്റ്റ്. അപ്പം നമ്മൾ വേറെ വെബ്സൈറ്റുകളിലൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 4K വീഡിയോ പ്ലേ ചെയ്തിട്ട് നിങ്ങൾ ടാസ്ക് മാനേജർ എടുത്ത് നോക്കി അതിനകത്ത് കാണിക്കുക എത്ര Mbps നമുക്ക് നെറ്റ് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മളങ്ങനെ ഒരു സ്പീഡ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ അത് ശരിയായതിനു ശേഷം വീഡിയോ ഇടാതിരുന്നത് അത് മോശമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിലും കിഡിലായിട്ടുള്ള വീഡിയോസും ഏതൊക്കെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.